ഇതിൻ്റെ മെയിൻ ത്രസ്റ്റ് ഹിന്ദുസും ക്രിസ്ത്യൻ മിഷണറീസും തമ്മിലുള്ള ഡിബേറ്റ്സും അതിനെ പറ്റിയാണ്. അപ്പം അത് തന്നെ ഒരു ഡിബേറ്റാണ്. ഒരു ഗോഡാണോ പല ഗോഡ്സ് ആണോ? ഇതിനെല്ലാം കൂടെ ഒരു ലേബിളിൽ അടി വെക്കണമെങ്കിൽ ഹിന്ദുയിസം എന്നുള്ള വേർഡ് വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. ചാൾസ് ഗ്രാന്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് സോഫാർ അറിയുന്നത്. ഹിന്ദുയിസത്തിന്റെ ഒരു ബ്രോഡ് ആക്ക് വെച്ച് നോക്കിയാൽ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു ടെൻഡൻസി ഉണ്ട്, വിച്ച് ഇസ് ടു ബ്രിങ് ഡൈവേഴ്സ് ട്രഡീഷൻസ് ടുഗെദർ. അവർ തന്നെ മേളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെതായ ഒരു പോളിറ്റിക്സ് ഉണ്ട്. ബ്രാഹ്മിൻസ് വിൽ റിമെയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്ട്രക്ചർ. സൗത്ത് ഇന്ത്യയിൽ നോക്കിയാൽ ഇസ്ലാം തന്നെ വരുന്നത് പീസ്ഫുള്ളി ആണ്. ട്രേഡ് വഴി, കോമേഴ്സ് വഴി ദേ കം. അവർ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നെങ്കിലും അവരുടെ പള്ളികൾ ഇവിടുത്തെ തന്നെ മേസൻസ് ആണ് പണിയുന്നത്, അവരുടെ രീതികൾ ഇവിടുത്തെ അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് നമുക്ക് കാണില്ല. നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റമിൽ തന്നെ ഇങ്ങനത്തെ ഓരോ ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എത്തുമ്പം അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് സാധാരണ ഒരു കഥയിൽ കൂടെ അല്ലെങ്കിൽ ഒരു റിച്വലിൽ കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് മുമ്പിലോട്ട് നീങ്ങാൻ സാധിക്കും. മധുരയിൽ ഇപ്പോഴും റൂസ് പീറ്റർ കൊടുത്ത, എനിക്ക് തോന്നുന്നത് പീറ്റർ പാതുകം എന്നാണ് അതിന് പറയുന്നത്. അത് ചിത്ര മാസത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ ഉണ്ട് മധുര മീനാക്ഷിയുടെ. അതിനകത്ത് അതിനെയും കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ പൂജിക്കുകയൊക്കെ ചെയ്യും. ഒരു വെള്ളക്കാരൻ കൊടുത്ത സാധനമാണ്. കോഴിക്കോട്ട് സാമൂതിരിയുടെ കോർട്ടിലും ഒരു ഫാദർ ഫെനീച്ചിയോ എന്ന് പറഞ്ഞൊരു ഫാദർ വന്ന് ലോക്കൽ ഹിന്ദുസുമായിട്ട് ഡിബേറ്റ് നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം കളിയാക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ഒന്നും ദൈവമല്ല. ക്യൂ വാഗ്വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് വാഗ്വിചാരത്തിൽ എന്നോടൊപ്പം ഉള്ളത് മനു എസ് പിള്ളയാണ്. ഇന്ത്യയിലെ ചരിത്ര കുതുകികളെ ആകപ്പാടെ മാറ്റിയെടുത്ത 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രകാരനാണ് മനു. ആഖ്യാന ഭംഗി കൊണ്ട്, ഭാഷയുടെ ശൈലി ഭംഗി കൊണ്ട്, ഗവേഷണത്തിൻ്റെ മികവ് കൊണ്ട് ഒക്കെ ചരിത്രം എന്ന് പറയുന്നത് അക്കാഡമിക പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് ജനപ്രിയ വായനയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത ഒരു യുവ പ്രതിഭ എന്ന് നമുക്ക് പറയാം. മനുവിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്, പക്ഷെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം മനു വായിക്കപ്പെട്ടിട്ടുണ്ട്. മനുവിൻ്റെ കൃതികളെല്ലാം തന്നെ വായിക്കപ്പെട്ടിട്ടുണ്ട്. മനു ഇപ്പോൾ മനുവിൻ്റെ 5ാമത്തെ പുസ്തകവുമായാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. മനു എഴുതിയ മറ്റു പുസ്തകങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലറുകളാണെന്ന് നമുക്കറിയാം. ഈ പുതിയ പുസ്തകം ഗോഡ്സ്, ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് പറയുന്ന ആധുനിക ഹിന്ദുത്വം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വളരെയധികം സൂക്ഷ്മമായ പഠനങ്ങളിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു രചനയാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പുസ്തകവും ഭാവിയിലെ ചരിത്രകാരന്മാർക്ക് എങ്ങനെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, ഹിന്ദുയിസം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്, അത് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് എന്ന് ഭാവി ചരിത്രകാരന്മാരെ അന്വേഷിക്കുമ്പോഴും അവരുടെ ഒരു ആധികാരിക രേഖയായി നിലനിൽക്കാൻ പോകുന്ന ഒരു കൃതിയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. സ്വാഗതം മനു. താങ്ക് യു സുധീർ. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ അന്വേഷണമാണ്. വളരെ തീക്ഷ്ണമായ പഠന ഗവേഷണങ്ങളിലൂടെയാണ് എഴുതിയതെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏതാനും പേജുകൾ കഴിഞ്ഞാൽ ഏകദേശം പകുതിയിലധികം താങ്കളുടെ നോട്ടുകളും അതിൻ്റെ അടിക്കുറിപ്പും. 30 പേജ് നോട്ട്സാണ്, 350 പേജ് മെയിൻ ടെക്സ്റ്റ്. ഇന്ത്യയുടെ പുസ്തക ചരിത്രത്തിൽ പോലും പതിവില്ലാത്തതാണ്. അത്രയധികം നോട്ട്സുകളും ഗവേഷണ നോട്ടുകളുമായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. അതിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നു. മനുവിൻ്റെ മറ്റ് കൃതികളെ പോലെ തന്നെ ഈ പുസ്തകവും തുടങ്ങുന്നത് ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ടാണ്. ആ സംഭവ കഥകളിലൂടെ വായനക്കാരെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് മനു എന്നും അവലംബിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാത്ത യുവതലമുറയെ ചരിത്രത്തെ കൊണ്ടുവരാൻ മനുവിന് കഴിഞ്ഞതും. ഈ പുസ്തകത്തിലെ സംഭവ കഥ എന്ന് പറയുന്നത് തീർച്ചയായും വളരെ രസകരമാണ്. 1902 ജയ്പൂർ മഹാരാജാവ് എഡ്വേർഡ് 7ൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരു കടൽ കടന്ന് പുറത്തു പോകുന്ന ഒരു ഹിന്ദു രാജാവിൻ്റെ പ്രതിസന്ധികളാണ് അതിൽ പറയുന്നത്. ആ പ്രതിസന്ധി, ആ കഥ പറയുന്നതോടൊപ്പം തന്നെ ആ കഥയിൽ ആ പ്രതിസന്ധി മാറ്റിയെടുക്കാൻ അദ്ദേഹം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം കാണിക്കുന്ന കൗശലം കൂടി പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് ഇറങ്ങാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ഈ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഒരു കോറനേഷനാണ് നടക്കുന്നത്. അപ്പം ജയ്പൂരിലെയും മറ്റ് ഇന്ത്യയിലെ രാജാക്കന്മാർക്കൊക്കെ അതിനുള്ള ക്ഷണം കിട്ടിയിരുന്നു. അപ്പം കുറേ രാജാക്കന്മാരുണ്ട്, അവരങ്ങ് പോയി. പക്ഷേ കുറേ ഓർത്തഡോക്സ് ആയിട്ടുള്ള രാജാക്കന്മാരുണ്ട്, അവർക്ക് പോകാൻ കുറച്ചൊരു മടി. കാരണം ഇങ്ങനെ ഒരു ട്രഡീഷണൽ റൂളുണ്ട്, കാലാപാനി ക്രോസ് ചെയ്ത് കപ്പലിൽ കയറി എങ്ങും പോകാൻ പാടില്ല, ഇന്ത്യ വിട്ട് അങ്ങനെ പോകുന്നത് ജാതി ഭ്രഷ്ടം എന്നൊക്കെയുള്ള ചില പേടികളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റമിൽ തന്നെ ഇങ്ങനത്തെ ഓരോ ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എത്തുമ്പം അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് സാധാരണ ഒരു കഥയിൽ കൂടെ അല്ലെങ്കിൽ ഒരു റിച്വലിൽ കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് മുമ്പിലോട്ട് നീങ്ങാൻ സാധിക്കും. അത് തന്നെ ഇവിടെയും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദർബാറിലെ ബ്രാഹ്മണന്മാരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, താങ്കൾക്ക് പോകാൻ ശരിയാ, പോയാൽ ജാതി ഭ്രഷ്ടാവും,
പക്ഷെ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ദൈവം ഉണ്ടായിരുന്നു, ശ്രീ ഗോപാൽജി എന്ന് പറഞ്ഞ്. ശ്രീ ഗോപാൽജിയുടെ വലിയ ഭക്തനാണ്. അപ്പോൾ ശ്രീ ഗോപാൽജിയാണ് വിദേശത്ത് പോകുന്നത്. എന്നിട്ട് നല്ലൊരു ഭക്തൻ എന്നുള്ള രീതിയിൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പുറകിൽ ആസ് എ ഫോളോവർ പോകുന്നു എന്നുള്ള രീതിയിൽ വേണം ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ. എന്നിട്ട് യഥാർത്ഥത്തിലും അങ്ങനെയാണ് നടക്കുന്നത്. അവർ കുറേ ഗംഗാജലം കൊണ്ടുവരുന്നു, ഒരു പുതിയ കപ്പൽ, ആരും ഉപയോഗിക്കാത്ത ഒരു കപ്പലിൽ ബ്രാഹ്മണന്മാർ പോയി അതിനെ ശുദ്ധീകരിക്കുന്നു, ശ്രീ ഗോപാൽജിയെ ട്രെയിൻ വഴി കൊണ്ടുവന്നു, അവസാനം ഈ കപ്പലിൽ ഭഗവാനെ അവിടെ സ്ഥാപിച്ച് ഇരുത്തുന്നു, രാജാവും വന്ന് കയറുന്നു. അങ്ങനെ അവർ യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പിലും ലണ്ടനിലും വന്ന് ഇറങ്ങുമ്പം ആദ്യം ശ്രീ ഗോപാൽജിയുടെ ഐഡലിനെ പുറത്ത് ഇറക്കി അതിന് മുമ്പിലത്തെ വണ്ടിയിലും പുറയിലത്തെ കാരേജിലാണ് രാജാവ് ഇരിക്കുന്നത്. അപ്പം ലിറ്ററലി ശ്രീ ഗോപാൽജിയാണ് മുമ്പിൽ പോകുന്നത്, രാജാവ് ഫോളോ ചെയ്യുവാണ്. അങ്ങനെയാണ് വിദേശത്ത് പോകുന്നത്. എന്നിട്ട് അവിടെ ഉള്ള സമയത്തൊന്നും അവിടുത്തെ വെള്ളം കുടിച്ചില്ല, ഗംഗാജലം മാത്രമാണ് കുടിച്ചത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്യൂരിഫിക്കേഷനും നടക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഛായയിൽ ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കലി ചെയ്യേണ്ടിയ കാര്യം അതും നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ടു ഗോ ടു ലണ്ടൻ ആൻഡ് ആക്ച്വലി ബി ദെയർ അറ്റ് ദ കോറനേഷൻ. ഇൻഫാക്ട് ആ കഥയിൽ അവസാനം പറയുന്നുണ്ട് ഈ കോറനേഷൻ്റെ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. കാരണം ബ്രിട്ടീഷ് രാജാവിന് എന്തോ ഒരു സുഖക്കേട് വന്നിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പം അപ്പോഴും പറയുന്നത് ശ്രീഗോപാൽജിയുടെ ചൈതന്യം കൊണ്ടാണ് രാജാവ് പിന്നെയും അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ റിക്കവർ ചെയ്ത് കോറനേഷൻ നടന്നത് തന്നെ. അപ്പം നല്ലൊരു കഥയിൽ കൂടെ, ഇത് കളിയാക്കാൻ പറയുന്നതല്ല, ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരു കഥയിൽ കൂടെ ഒരു രീതി, ഒരു പുതിയ സെറ്റ് ഓഫ് റിച്വൽസിൽ കൂടെ ചെയ്തെടുക്കേണ്ട കാര്യം ചെയ്തെടുക്കുന്നു. അതേ സമയത്ത് ട്രഡീഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെയും പറ്റുന്നത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു ഇൻട്രസ്റ്റിംഗ്, അതായത് ടെൻഷനും ഉണ്ട്, ഇന്നോവേഷനും ഉണ്ട്, ക്രിയേറ്റിവിറ്റിയും ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇൻ മെനി വേസ് ഹിന്ദുയിസത്തിൻ്റെ ഒരു ബ്രോഡ് ആർക്ക് നമ്മൾ നോക്കിയാൽ വി കോൺസ്റ്റൻ്റ്ലി സീ ദിസ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ട്രഡീഷൻ, ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്. അപ്പോൾ അതേ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേഞ്ചസ് ഇൻ ദ DNA ഓഫ് ദ ഹിന്ദു റിലിജൻ. പക്ഷേ ഈ ചേഞ്ച് ഇപ്പം ദൈവത്തിന് കടൽ കടക്കുന്നതിന് തടസ്സമില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഒരു ഈ ചേഞ്ചസ് അടിസ്ഥാനപരമായിട്ട് അധികാരമുള്ളവർക്ക് അല്ലെങ്കിൽ ഹൈറാർക്കിയിലുള്ളവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒന്നാണെന്നുള്ളത് ചരിത്രം അതും ശരിയാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. എന്തായാലും രസകരമായൊരു അനക്ഡോട്ടാണ് അത്. ഒരുപാട് പുസ്തകത്തിലേക്കും അല്ലെങ്കിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങളിലേക്കും നമുക്ക് ഒരുപാട് മെസ്സേജ് തരുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ നിർമ്മാണ ചരിത്രം എന്ന രീതിയിലാണ് മനു ഇതിനെ കണ്ടിട്ടുള്ളത്. അത് സബ് ടൈറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലവാചകമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ടൈറ്റിലേക്ക് പോയതെന്ന് പറയുക? കുറച്ചുകൂടി അത് എനിക്ക് തോന്നുന്നത് കൺവേ ചെയ്യുന്നതിലൊരു തടസ്സമുണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഉദ്ദേശിച്ച ടൈറ്റിൽ വേറെ ആയിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഐ തോട്ട് ഇതിൻ്റെ 3 പ്രധാനമായിട്ടുള്ള തീംസ് എന്താണ്. ഒന്ന് ഗോഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ മെയിൻ ത്രസ്റ്റ് ഹിന്ദുസും ക്രിസ്ത്യൻ മിഷണറീസും തമ്മിലുള്ള ഡിബേറ്റ്സും അതിനെ പറ്റിയാണ്. അപ്പം അത് തന്നെ ഒരു ഡിബേറ്റാണ്. ഒരു ഗോഡാണോ പല ഗോഡ്സ് ആണോ, ആ ഗോഡിന് പല രൂപങ്ങളാണോ, അതോ ഗോഡ് തന്നെ പല പീസസിലേക്ക് നമുക്ക് കഷ്ണിച്ച് കൊച്ചു ഫോംസിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തിയോളജിക്കലായിട്ട് കുറേ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ദൈവവും ഹിന്ദുക്കൾ പറയുന്ന സുപ്രീം ദൈവവും ഒരേ ദൈവമാണോ, ഇതൊക്കെ അങ്ങനത്തെ കുറേ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. ഗൺസ് എന്നുള്ളത് റെഫറൻസ് ടു കൊളോണിയലിസം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഹിന്ദുത്വം ഉണ്ടായി വരുന്ന കാലത്ത് റെവല്യൂഷണറി വയലൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഗൺസ് ഓഫ് കൊളോണിയലിസം, പിന്നെ റെവല്യൂഷണറീസിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കും കൂടെ ഉള്ള ഏർലി 20th സെഞ്ച്വറിയുടെ ആ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ആ കൊളോണിയലിസമും കുറേ കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് കൊളോണിയലിസമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ വായിച്ചാൽ ആദ്യത്തെ ഏർലി ഫേസ് ഓഫ് കൊളോണിയലിസത്തിൽ അങ്ങനെ ഇന്ത്യൻസിനോട് ഒരു പുച്ഛമായിട്ട് നോക്കുന്ന ഒരു പോളിസി ഇല്ലായിരുന്നു. പുച്ഛം ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഒരിക്കലും കാണിക്കാത്ത രീതിയിലാണ് ബ്രിട്ടീഷുകാർ തന്നെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ ഹിന്ദു കൾച്ചറുമായിട്ട് അവർ ഇടപെടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ തേങ്ങ ഉടയ്ക്കുക, ദൈവങ്ങളുടെ പ്രൊസഷൻസിലൊക്കെ ബ്രിട്ടീഷ് സോൾജേഴ്സ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, ഡൊണേഷൻ കൊടുക്കുക. മധുരയിലെ അമ്പലം ആണെങ്കിലും തിരുപ്പതിയിലെ അമ്പലം ആണെങ്കിലും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് വെള്ളക്കാരൻ വന്ന് കാഴ്ച വെക്കുക, സ്വർണം കൊടുക്കുക, അങ്ങനത്തെ ഗിഫ്റ്റ്സ് കൊടുക്കുക. മധുരയിൽ ഇപ്പോഴും റൂസ് പീറ്റർ കൊടുത്ത, എനിക്ക് തോന്നുന്നു പീറ്റർ പാതുകം എന്നാണ് അതിന് പറയുന്നത്. അത് ചിത്ര മാസത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ ഉണ്ട് മധുര മീനാക്ഷിയുടെ, അതിനകത്ത് അതിനെയും കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ പൂജയ്ക്കൊക്കെ ചെയ്യും. ഒരു വെള്ളക്കാരൻ കൊടുത്ത സാധനമാണ്. തിരുപ്പതിയിൽ തോമസ് മൺറോ കൊടുത്ത വലിയ ഒരു പാത്രമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു കോംപ്രമൈസ് രീതിയിൽ പോകാൻ ശ്രമിച്ച ഒരു കൊളോണിയലിസം കൂടാണ് അത്. മനു അതുപോലെ ഒരിടത്ത് ഇത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു രാജാക്കന്മാരുടെ വേഷങ്ങളെ കുറിച്ച് തിരുവിതാംകൂർ രാജാവിൻ്റെ തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പം ആറാട്ടിന് പോകുമ്പോൾ വിവസ്ത്രനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ താഴെ മാത്രം കൊടുക്കുന്നു. പക്ഷേ രാജാവാകുമ്പോൾ യൂറോപ്യൻ ഡ്രസ്സൊക്കെ ധരിക്കുന്നു. യൂറോപ്യൻ മാത്രമല്ല പേർഷ്യനെറ്റ്, ആ ഒരു ഇസ്ലാമിക് സ്റ്റൈൽ റോബ്സ്, അത് ഓരോ സന്ദർഭത്തിലും ഓരോ രൂപം വെച്ച് മാറും. പക്ഷെ ടൈറ്റിലെ 3ാമത്തെ എലിമെന്റ് ആണ് മിഷണറീസ്. മിഷണറീസ് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് അല്ല. ഒന്നെന്ന് വെച്ചാൽ കാത്തലിക്സും ഉണ്ട്, പ്രൊട്ടസ്റ്റൻസും ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പോൾ കാത്തലിക്സ് വന്നതാണെങ്കിൽ ഗോവയിൽ വന്ന കാത്തലിക് മിഷണറീസിന്റെ ബിഹേവിയർ അല്ല തമിഴ്നാട്ടിൽ വന്നവരുടെ.
കാരണം ഗോവയിലെ സ്റ്റേറ്റും പവറും വെള്ളക്കാരൻ്റെ കയ്യിലാണ്, പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ കുറെ കൂടെ വയലൻ്റ് ആയിട്ട് കുറെ കൂടെ യൂറോപ്യൻ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയെ പുഷ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഹിന്ദുസുമായിട്ട് വയലന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പക്ഷെ തമിഴ്നാട്ടിൽ വേറെ കഥയാണ്. തമിഴ്നാട്ടിൽ വന്നപ്പോൾ അവിടെ വിജയനഗറിൻ്റെ അടിയിലുള്ള നായക രാജാക്കന്മാരുടെ സാമ്രാജ്യത്തിൻ്റെ കാലമാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനിറ്റി ഹിന്ദുവരിച്ച് വന്നതാണ്. അപ്പം കാസ്റ്റിനെ അംഗീകരിച്ചു. ഈ മിഷണറീസ് ബ്രാഹ്മണന്മാരെ പോലെ പൂണ്ടൂലിട്ട് തുടങ്ങി, കാവി ഉടുത്ത് തുടങ്ങി, തറയിലിരുന്ന് ഇലയ്ക്കകത്തു നിന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു വളരെ ബ്രാഹ്മണൈസ്ഡ് ഫോം ഓഫ് റിലിജനായി. എന്നിട്ട് ചേർച്ചിനുള്ളിലും ജാതി വ്യവസ്ഥ വെച്ചുകൊണ്ട് ബ്രാഹ്മിൻസിന് മുമ്പ് ഇരിക്കാൻ സോ കോൾ ലോവർ കാസ്റ്റ് കൺവേർട്സിന് കഥവിൻ്റെ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഹിന്ദുവൈസ്ഡ് ക്രിസ്ത്യാനിറ്റി ആയിട്ടാണ് വേറെ ഒരു റീജിയനിൽ വന്നത്. അപ്പം മിഷണറീസും പല പല രൂപത്തിൽ പല പല രീതികളിലാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വൺ സെറ്റ് ഓഫ് പീപ്പിൾ അഗേൻസ്റ്റ് അനദർ അല്ല. ഓരോ ക്യാമ്പിലും ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ റെസ്പോൺസസും ഡൈവേഴ്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആ പേര് പുസ്തകം വായിക്കുന്നതിന് പെട്ടെന്ന് ആ പേര് തന്നെ ഗോഡ് ഗൺ എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുത്വ ഗണ്ണായിട്ട് ഞാൻ കണക്കാക്കുകയും ഗോഡ്സിയുടെ ഗണ്ണാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് നല്ല ഇതുപോലൊരു വലിയ പ്രശ്നം. ഇവരൊരു ആദ്യത്തെ അധ്യായത്തിന് തന്നെ മനു പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹിന്ദുയിസം എന്നാണ്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രം അതിൽ പറയുന്നുണ്ടെങ്കിലും ഒരു മനു അതൊന്ന് ബ്രീഫായിട്ട് പറയാം. ബിക്കോസ് നമ്മുടെ തന്നെ കോൺവെർസേഷനിൽ ഹിന്ദു എന്ന് പറയുന്നത് വാക്ക് പോലും പേർഷ്യൻ ആണെന്നും അത് വളരെ പിന്നീടാണ് വന്നതെന്നൊക്കെ നമ്മൾ പണ്ടത്തെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു. എന്താണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് മനു ഉദ്ദേശിച്ചത്? അപ്പം ഹിന്ദുയിസം എന്ന് പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് വേർഡ് വരുന്നത് 18th സെഞ്ച്വറിയിലാണ്. 18th സെഞ്ച്വറി ആ ഒരു വേർഡ്. ഇതിനെല്ലാം കൂടെ ഒരു ലേബിളിൽ അടി വെക്കണമെങ്കിൽ ഹിന്ദുയിസം എന്നുള്ള വേർഡ് വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. ചാൾസ് ഗ്രാന്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് സോഫാർ അറിയുന്നത്. അത് പക്ഷേ വെരി സൂൺ രാജ രാമമോഹൻ റോയ് പോലെ ബംഗാളിലുള്ളവർ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഏറ്റെടുത്ത് അതിന് വേറെ ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പം ചാൾസ് ഗ്രാന്റ് ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ പുച്ഛിച്ചാണ് പറയുന്നത്. ഇതൊരു ചുമ്മാ വിഗ്രഹ ആരാധന ചെയ്യുന്ന ഒരു പൊട്ട റിലിജനാണ്, ഇതിന് വലിയ അർത്ഥമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. രാമമോഹൻ റോയ് സെയിം വാക്കിനെ എടുത്ത് അതിന് വേറെ ഒരു മീനിങ് കൊടുക്കുന്നു. പക്ഷേ അതിൽ തന്നെ സംതിങ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഇൻ ദാറ്റ് അത്ര എളുപ്പം ആ ഒരു ലേബിൾ ഇന്ത്യൻസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ റെക്കഗ്നൈസ് സംതിങ് ഓഫ് വാല്യൂ ദേ. ഈ രാജാറാം റോയ് എടുക്കുന്നതിന് മുമ്പേ വരെ അവരെങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്തിരുന്നത്? അതിനപ്പം ഒരു വാക്ക് വരേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇതിന്റെ എപ്പിലോഗിൽ ഞാൻ പറയുന്നുണ്ട് 4 ബ്രൗൺ നമ്മളെ പോലെ നിറമുള്ളവർ ഒരു മുറിയിലിരിക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ താങ്കളെക്കാട്ടി കുറച്ചുകൂടെ കറുത്താണ്, ഇവിടെ ഇരിക്കുന്ന വേറെ ആൾക്കാർ എല്ലാവർക്കും ഒരു ഷെയ്ഡ് ഓഫ് ബ്രൗൺ ആണ് നമ്മുടെ. പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മൾ തമ്മിൽ വഴക്കും കാണും, പിണക്കവും കാണും, അങ്ങനത്തെ ഓരോ കുഴപ്പങ്ങളും കാണും. പക്ഷെ ഒരു വെള്ളക്കാരൻ വരുവാണെങ്കിൽ സഡൻലി ലൈക്ക് ഓക്കെ ദിസ് ഇസ് നമ്മളെക്കാട്ടിൽ കുറച്ച് വ്യത്യാസമാണ്. അതിലൂടെ വെള്ളക്കാരൻ്റെ കയ്യിൽ ഒരു വാളോ അല്ലെങ്കിൽ ഒരു കമ്പോ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് പേടി തോന്നുന്ന വ്യക്തിയാണെങ്കിൽ ബ്രൗൺനെസ് ബിക്കംസ് എൻ ഓപ്പർച്യൂണിറ്റി ടു കം ടുഗെദർ ആൻഡ് ആർട്ടിക്കുലേറ്റ് സം ഫോം ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഏത് റിലിജനിൽ നോക്കിയാലും ഒരു അതർ കാണും. എന്ന് വെച്ചാൽ അഗെൻസ്റ്റ് സംബഡി എൽസ്, അല്ലെങ്കിൽ വേറെ ഒരാളെ വെച്ചോണ്ടാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം പ്രോട്ടസ്റ്റന്റ് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാലും പ്രോട്ടസ്റ്റന്റ് റെഫർമേഷൻ വരുമ്പോഴാണ് കാത്തലിക് ചർച്ച് എന്നുള്ള ഒരു ഇത് വരുന്നത്. ചേർച്ച് പണ്ടേ ഉണ്ട്, പക്ഷെ ആ പേരിന്റെ ആ ഒരു മീനിങ് വരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. പ്രോട്ടസ്റ്റന്റ് അല്ല, കാത്തലിക് ഇത്, പ്രൊട്ടസ്റ്റന്റ് അത്. പ്രൊട്ടസ്റ്റന്റ് ഇല്ലാത്ത സമയത്ത് ആ വേർഡിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വരേണ്ട കാര്യമില്ല. ഏകദേശം അതുപോലെ തന്നെയാണ് ഇത്. ഹിന്ദുയിസത്തിന്റെ ഒരു ബ്രോഡ് ആക്കി വെച്ച് നോക്കിയാൽ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു ടെൻഡൻസി ഉണ്ട് വിച്ച് ഇസ് ടു ബ്രിങ് ഡൈവേഴ്സ് ട്രഡീഷൻസ് ടുഗെദർ. അവർ തന്നെ മേളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെതായ ഒരു പോളിറ്റിക്സ് ഉണ്ട് ദാറ്റ് ബ്രാഹ്മിൻസ് വിൽ റിമെയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്ട്രക്ചർ. പക്ഷെ ഒരു കോമൺ എക്സ്പ്ലാനറ്ററി ഫ്രെയിം വർക്കിലേക്ക് കഥകളിൽ കൂടെ, ഓരോ ലെജൻസിൽ കൂടെ, ഓരോ റിച്വൽസിൽ കൂടെ പല പല ദൈവങ്ങളെ, പല പല ലോക്കൽ കൾട്ട്സ്, ട്രൈബൽ കൾട്ട്സ്, ഇതിനെല്ലാം ഒരുമിച്ച് താല്പര്യമുള്ളവർ അതെ അതിനെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഫ്രെയിം വർക്കിലേക്ക് വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ അതിനെ നമ്മൾ കാണുന്നത് വൈഷ്ണവ ശൈവാസയൊക്കെ നോക്കിയാൽ ഇവരൊരു സൈഡിലും അവർ തമ്മിലും വഴക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ദേ ആർ ഓഫൻ അഗെയിൻസ്റ്റ് ദ ജെയിൻസ് ആൻഡ് ദ ബുദ്ധിസ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം വേറൊരു അതർ ഉണ്ട്, വേറൊരു ഗ്രൂപ്പിനെ വെച്ചോണ്ട് നമ്മൾ വ്യത്യാസമാണെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇസ്ലാം വരുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ കോൺഷ്യസ്. അവിടെയാണ് ഈ വേർഡ് ഹിന്ദു വരുന്നത്. 14th സെഞ്ച്വറി ഒക്കെ ആകുമ്പോഴേക്കും ഹിന്ദുസ് ആർ ദെംസെൽസ് സ്റ്റാർട്ടിങ് ടു യൂസ് ദ വേർഡ് ഹിന്ദു അവർക്കായിട്ട്. അപ്പം വിജയനഗർ സാമ്രാജ്യത്തിലെ ആദ്യത്തെ റൂളേഴ്സ് തന്നെ ഹിന്ദുരായ സുരത്രണ്ണ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം യു സീ ദ വേർഡ് ഹിന്ദു ബീങ് യൂസ്ഡ് ഓഫൻ. കബീറിന്റെ റൈറ്റിംഗ്സിലുണ്ട് ഹിന്ദു ആൻഡ് തുർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്? ഓഫൻ സംടൈംസ് ഇൻ എ ലോക്കൽ കോണ്ടെക്സ്റ്റ്, പക്ഷെ ഓഫൻ ഇൻ എ റിലീജിയസ് കോണ്ടെക്സ്റ്റ്. ഇപ്പം കബീറിന്റെ ഒക്കെ റൈറ്റിംഗ്സ് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവിനും അറിഞ്ഞൂടാ തുർക്കിനും അറിഞ്ഞൂടാ, ഞാൻ വഴി കാണിച്ചു തരാം. അതിൽ തന്നെ ഇംപ്ലിസിറ്റ് ആണ് കബീറിനും കാണാം 2 ബ്രോഡ് കാറ്റഗറീസ്, ഹിന്ദുസ് ഒരു സൈഡിലും ഈ തുർക്ക് എന്ന് പറയുന്ന മുസ്ലിംസ് ഒരു സൈഡിലും.
അദ്ദേഹത്തിൻ്റെ അതിനകത്തുണ്ട്. അതുപോലെ വിദ്യാപതി എന്ന് പറഞ്ഞ് ബീഹാറിൽ ജനിച്ച ഒരു പോയിട്ടുണ്ട്. ഏക്നാഥ് 16th century 1500s മഹാരാഷ്ട്രയിൽ എഴുതുമ്പം ഹിന്ദു തുർക്ക് സംവാദം എന്ന് പറഞ്ഞൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മുസ്ലിം ഹിന്ദുസിൻ്റെ റിലിജനെ കളിയാക്കും. നിങ്ങളുടെ വേദങ്ങളൊക്കെ ഒരു അർത്ഥമില്ലാത്ത പുസ്തകങ്ങളാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് പൊട്ടത്തരമാണ്, സാധുക്കളുടെ മുമ്പിൽ നിങ്ങളൊക്കെ തല ഉനിക്കുന്നു, അത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നു. ബ്രാഹ്മണനെ അതിന് തിരിച്ച് കളിയാക്കുന്നു. ഖുറാൻ നല്ല പുസ്തകമാണ്, പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ആക്ച്വൽ ബിഹേവിയർ വേറെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കളിയാക്കുന്നു. ആടിനെ സാക്രിഫൈസ് ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കളിയാക്കുന്നു. അപ്പോൾ അതിനകത്ത് അവസാനം അവർ പക്ഷേ ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. അവസാനം കൺക്ലൂഷനിൽ പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്, രണ്ട് ഡിഫറെൻറ്റ് വഴികളിൽ കൂടെ എന്നുള്ളതേ ഉള്ളൂ. ടോളറൻസ് ഉണ്ടായിരുന്നു. ടോളറൻസ് അവസാനത്തെ ലെസൺ ആണ് ടോളറൻസ് വരുന്നത്. പക്ഷേ യു കെൻ സ്റ്റിൽ സീ ഒരു വൺ സൈഡ് വൺ ഐഡന്റിറ്റി, ദി അതർ സൈഡ് അനദർ ഐഡന്റിറ്റി. അപ്പം ഓൾറെഡി ഒരു സെൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബ്രോഡ് കാറ്റഗറൈസേഷൻ ഉണ്ട്. പക്ഷെ അതൊരു ഹിന്ദുയിസമിലേക്ക് വരുന്നത് മോഡേൺ പീരീഡിലെ ചില പ്രത്യേക ഡൈനാമിക്സ് കാരണമാണ്. ഈ നമ്മുടെ ഇപ്പം നോർത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇപ്പം അന്ന് തൊട്ടേ 13ാം നൂറ്റാണ്ടിലൊക്കെ 14ാം നൂറ്റാണ്ട് വന്നു. ഈ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഹിന്ദു എന്ന് പറയുന്ന തോട്ട് പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആ വാചകം വന്നു കാണത്തില്ല ഹിന്ദു എന്നുള്ളത്. പക്ഷെ ഇവിടെയും നമ്മൾ പൊതുവെ ഇവിടെ ഈ മിംഗ്ലിംഗ് ഉണ്ടല്ലോ, മുസ്ലിം ഒരുപാട് കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആ കാലം തൊട്ട്. അതെ, മുസ്ലിംസ് മാത്രമല്ല ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇവിടുത്തെ ക്രിസ്ത്യൻസ് നസ്രാണികൾ വാസ് സോ പാർട്ട് ഓഫ് ദ ഫാബ്രിക്. 1806 വരെ തിരുവിതാംകൂറിലെ ഒരു രാജാവിനോട് ഒരു വെള്ളക്കാരൻ വന്ന് പറഞ്ഞു, ഇവിടുത്തെ നിങ്ങളുടെ നസ്രാണികളും ഞങ്ങളും ഒരേ റിലീജിയൻകാരാണെന്ന്. അപ്പം തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു, സാധ്യമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ല. അത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ഇയാളും എങ്ങനെയാ ഒരേ റിലീജിയൻ ആവുന്നതെന്ന്. ബിക്കോസ് ദേ വർ ദാറ്റ് വെൽ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ലോക്കൽ സിസ്റ്റം. പക്ഷെ എന്നാലും ദർ വർ മൈനർ ഡിഫറൻസസ്. ഞാൻ ഒരു പേഴ്സണൽ കഥ പറയാം. ഇത് എല്ലായിടത്തും കേരളത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ മുണ്ട് ഇങ്ങോട്ടാണ്. അപ്പൊ ആരും എന്നോട് എനിക്ക് പ്രീസ്റ്റ് എന്നോട് ചോദിച്ചത് എന്താ മുസ്ലിം സ്റ്റൈലിൽ കെട്ടിയിരിക്കുന്നതെന്ന്. ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അന്വേഷിക്കാനായിരിക്കും അമ്പലത്തിൽ എങ്ങനെയാ വന്നതെന്നൊക്കെ. ഞാൻ അറിഞ്ഞുപോലും ഇല്ല. കാരണം അന്നൊക്കെ ഞാൻ ഈ എന്താ പറഞ്ഞ വെൽക്രോടെ മുണ്ടായിരുന്നു കൊടുക്കുന്നത് വീഴാതിരിക്കാൻ വേണ്ടി. അത് അങ്ങോട്ട് ഇരുന്നുകൊണ്ട് മുണ്ട് അങ്ങോട്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ പോയി അന്വേഷിച്ചു. കറക്റ്റ് ആണ്, കേരളത്തിൽ പണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മുഗൾ പെയിന്റിങ്സിലും അങ്ങനെ കാണാം. മുഗൾ പെയിന്റിങ്സിലും അവരുടെ ജമ ഉണ്ടല്ലോ, ഹിന്ദുസ് അത് കെട്ടുന്ന ഒരു ഡിറക്ഷൻ, മുസ്ലിംസ് അത് കെട്ടുന്ന വേറെ ഡിറക്ഷൻ. അപ്പൊ ആർട്ടിനകത്തും നമുക്ക് ഓഫൻ ഈ ട്രേസസ് കാണാം. ഒരു ജാതി കാണും, വേറെ കുറെ വ്യത്യാസങ്ങൾ കാണും, സെക്ടേറിയൻ വ്യത്യാസങ്ങൾ കാണും. ഇപ്പം 16ാം നൂറ്റാണ്ടിലാന്ന് തോന്നുന്നു ഏതോ ഒരു തമിഴ്നാട്ടിലെ ഒരു വലിയ ടെമ്പിൾ ടൗണിൽ, സ്ഥലം ഞാൻ മറക്കുന്നു, എനിക്കൊന്ന് വിഷ്ണുവിനെ, ശൈവന്മാരുടെ അമ്പലമാണ്, അവിടെ വിഷ്ണുവിനെ സ്ഥാപിക്കാൻ വന്നപ്പം കുറേ ശൈവ പ്രീസ്റ്റ് പോയി സൂയിസൈഡ് ചെയ്തു, വിഷ്ണുവിനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പാടില്ലെന്ന്. അങ്ങനെയുണ്ട്. ഇന്നും തമിഴ്നാട്ടിലൊക്കെ പോയാൽ വളരെ ഓർത്തഡോക്സ് വൈഷ്ണവാസ് ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ശിവന്റെ അമ്പലത്തിൽ നോക്കത്ത് പോലും ഇല്ലെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷെ അതെല്ലാ റിലീജിയസ് ഗ്രൂപ്പിങ്സിലും ഉണ്ട്. ഫേസ് ടു ഫേസ് വിത്ത് ഇസ്ലാം, ഫേസ് ടു ഫേസ് വിത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം, അവർക്ക് എന്നാലും ഒരു സെൻസ് ഉണ്ടായിരുന്നു ദേ ആർ പാർട്ട് ഓഫ് വൺ ബ്രോഡ് ഗ്രൂപ്പിംഗ്. ഉള്ളിലെ ഡിഫറൻസസ് വേറെ, ഈ ഒരു സന്ദർഭത്തിൽ വേറെ ഒരു ഇതായിട്ട് വരും. അതിനാണ് നമ്മൾ ഹിന്ദുയിസം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ആ വേർഡ് വന്നത് 18th century പക്ഷേ ഇൻ ദ സെയിം വേ ദാറ്റ് വി യൂസ് ദ വേർഡ് ഇന്ത്യ. ഇപ്പം ഇവിടെ ഉള്ളവരാരും ഇന്ത്യ എന്നോ ഇന്ത്യൻ എന്നോ ഉപയോഗിക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ എഴുതുമ്പം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ആ വേർഡ് പിന്നെ വന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേർഡ് അല്ലെങ്കിലും അതിനൊരു അർത്ഥമുണ്ട്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് സർട്ടൻ സെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ അവിടെ വരുന്നൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. ഇന്ത്യൻ കൾച്ചർ, ഹിന്ദു കൾച്ചർ രണ്ടും സമാനമായിട്ട് പോകുന്നു. അതിനകത്ത് ബഹുസ്വര ഹിന്ദു മതം എന്ന് പറയുന്ന രീതിയിലാണോ ഈ കാലഘട്ടങ്ങളിൽ ഇതിനെ കണ്ടതെന്നൊരു സംശയമുണ്ട്. ഈവൻ കേരളത്തിൽ പോലും നമ്മളിപ്പം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരുപാട് ജാതികളുണ്ട്. അവിടെയൊക്കെ ഒരു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തൊരു ഹിന്ദു കൾച്ചർ എന്ന രീതിയിലാണോ, ഹിന്ദു റിലീജിയൻ എന്നുള്ള രീതിയിലാണോ, അതെപ്പോൾ തൊട്ട് തുടങ്ങി എന്നുള്ളതൊന്നും ഇതിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ട്രഡീഷണലി നമ്മൾ ഈസ്റ്റിലോട്ട് വന്നാൽ കുറേ യൂറോപ്യൻ ഡൈനാമിക്സ് കാരണമാണ് ഒരു സെപ്പറേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ സെക്യുലർ ലൈഫ് ഒന്ന്, റിലീജിയസ് ലൈഫ് ഒന്ന്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കി അങ്ങനെ ഒരു ബൈഫിക്കേഷൻ നമുക്കില്ല. റിലിജനും എവറിഡേ എക്സിസ്റ്റൻസും എല്ലാം ഒരുമിച്ച് ഒരു മിക്സ്ഡ് രീതിയിലാണ് നമ്മുടെയൊക്കെ കൾച്ചേഴ്സ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യൻ ഫ്രെയിം വർക്ക്സ് വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രഷറിലേക്ക് വരുന്നത്, വിച്ച് ഇസ് ദാറ്റ് ഹൗ ഡു വി ഡിഫൈൻ ആ റിലിജൻ. ഈ റിലിജൻ ഒരു രീതി ഡിഫൈൻ ചെയ്ത് അതിനൊരു പ്രോപ്പർ ബോക്സ് ഉണ്ടാക്കി ഷേപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സന്ദർഭം വരുന്നത് തന്നെ കൂടുതലും മോഡേൺ പീരീഡിലാണ്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ
അഗെൻസ്റ്റ് അനദർ കൾച്ചർ സിസ്റ്റം. അപ്പം കേരളത്തിൽ അത്രയില്ല. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ നോക്കിയാൽ ഇസ്ലാം തന്നെ വരുന്നത് പീസ്ഫുള്ളി ആണ്. ട്രേഡ് വഴി, കോമേഴ്സ് വഴി ദേ കം. അവർ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നെങ്കിലും അവരുടെ പള്ളികൾ ഇവിടുത്തെ തന്നെ മേസൻസ് ആണ് പണിയുന്നത്, അവരുടെ രീതികൾ ഇവിടുത്തെ അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് നമുക്ക് കാണില്ല. നോർത്ത് ഇന്ത്യയിൽ പക്ഷേ ഇസ്ലാം വരുന്നത് ഈസ് ഓൾസോ വിത്ത് പവർ. അപ്പം അധികാരവും പവറും അതോറിറ്റിയും മിലിറ്ററി പവറും കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ കുറെ കൂടെ ഒരു ത്രെറ്റനിങ് ഒരു രൂപം കൂടെ വന്നു. ബിക്കോസ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദിസ് വാസ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചർ തന്നെ വേറെയാണ്. അപ്പോൾ പവർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പോൾ ആ പവർ ഉള്ള കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ പീപ്പിൾ ടു തിങ്ക് ഓഫ് എ റിലീജിയസ് ഐഡൻറ്റിറ്റി ആൻഡ് നോട്ട് ജസ്റ്റ് കൾച്ചർ. പക്ഷേ അല്ലെങ്കിൽ പവർ ഇസ് നോട്ട് എ പ്രോബ്ലം, എന്നാൽ കൾച്ചറലിയും കൂടെ അതിനെ കോഓപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മുമ്പ് പറഞ്ഞ തമിഴ്നാട്ടിൽ പോയ കാത്തലിക് മിഷണറീസ് അവരെ സ്വന്തമായിട്ട് ബ്രാഹ്മണൈസ് ചെയ്തെങ്കിൽ അവരെ അതുപോലെ അക്സെപ്റ്റും ചെയ്തു ആൾക്കാർ. ബിക്കോസ് ദേ വർ സീൻ ആസ് ഗുരുസ്. ഇൻഫാക്ട് ഇതിനകത്ത് ഒരു കോട്ടുണ്ട്, ആരോ ഒരു മിഷണറി തന്നെ പറയുന്നു, അവിടെ ഉള്ളവർക്ക് ഇവർ ആക്ച്വലി പറങ്കികളാണെന്ന് മനസ്സിലായാൽ ചിലപ്പം അവരെ തല്ലി പുറത്താക്കുമായിരിക്കും. പക്ഷെ അവിടെ ഉള്ള ലോക്കൽ ആൾക്കാർ വെള്ള ഗുരുക്കൾ, നമ്മുടെ ഗുരുക്കളെ പോലെ തന്നെ കാവി കൊടുത്ത് ശുദ്ധമായിട്ട് ജീവിക്കുന്നു, വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബൈബിളിനെ വരെ 5ാം വേദം എന്നുള്ള രീതിയിൽ, സത്യവേദം എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പവർ ഇല്ല. പവർ വരുമ്പോഴാണ് ഒരു റിലീജിയസ് ഒരു ഡിഫെൻസീവ് ഇമ്പൾസ് വരുന്നത്. അത് മനസ്സിലായി. അവിടെ തന്നെ ഒരു ചോദ്യം, നമ്മൾ എപ്പോഴാണ് ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ചോദ്യം. സോ ബേസിക്കലി നമ്മൾ ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ പലപ്പോഴും അത് മിസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഇന്ത്യക്കാരനിൽ, ഈവൻ കേരളമായാലും നോർത്ത് ഇന്ത്യ ആയാലും, ഒരു മതം എന്നുള്ള രീതിയിലൊരു ആശയം നമ്മളിലേക്ക് വരുന്നത്? അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു എവല്യൂഷൻ ആണല്ലോ നിങ്ങൾ കണ്ടെത്തുന്നത്. വലിയ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും പണ്ടേ ഉണ്ടെന്ന്. അതെ. പക്ഷേ ഞാൻ വായിച്ചിടത്തോളം മിഡീവൽ പീരീഡ് മുതലാണ് ഇതൊന്ന് ഫോം ചെയ്ത് ഒരു കുറെ കൂടെ ഒരു ക്രിസ്റ്റലൈസ് ചെയ്ത് ഒരു സോളിഡിഫൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനു മുമ്പ് ആക്ച്വലി ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഓൺ ദ ഗ്രൗണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നത് പല പല കാര്യങ്ങളിലായിരിക്കും ഒരേ സമയത്ത്. ഇപ്പം കർണാടകയിൽ പോയാൽ അവരൊരു ദർഗയിലും പോവും, ശിവന്റെ അമ്പലത്തിലും പോവും, ദേവിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യും. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. അവർക്ക് എല്ലാം ഒരേ ഒരു ഫാബ്രിക്കിലെ, ഒരു റിലീജിയസ് ഫാബ്രിക്കിലെ ഓരോ കാര്യത്തിന് ഓരോ സ്ഥലത്ത് പോകുന്ന പോലെയാണ് അവരിപ്പോഴും നമ്മൾ ഹിന്ദു റിലീജിയസ് പ്രാക്ടീസ് ആക്ച്വലി നടക്കുന്നത്. പക്ഷെ പ്രാക്ടീസ് മാത്രമല്ലാതെ അതിൻ്റെ ഒരു ഇന്റലക്ച്വലൈസ്ഡ് വേർഷനും കൂടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഇന്റലക്ച്വൽ. ഈ ഡിബേറ്റ്സ് നടക്കുമ്പം മിഷണറീസ് വേഴ്സസ് ഹിന്ദു ലീഡേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഫിഗേഴ്സ്, ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പം they were able to accept that concept of religion. അപ്പോൾ ഇന്ന് നമ്മൾ റിലിജൻ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഫ്രെയിം വർക്ക് കുറേയൊക്കെ വെസ്റ്റേൺ റിലിജൻസിന്റെ ഒരു ക്രിയേഷൻ ആണ്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് ഇവിടെ വന്നപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ രീതിയിൽ റീഇന്റർപ്രറ്റ് ചെയ്ത് അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് റീഇൻവെന്റ് എന്ന് പറയുന്നത്. റീഇൻവെൻഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. പുസ്തകം തുടങ്ങുന്നത് അക്ബറിൻ്റെ കാലത്തോടെയാണ്. എന്തുകൊണ്ടാണ് അക്ബർ? കാരണം അക്ബർ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയ അക്ബർ എന്ന് പറയുന്നത് മതചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സർവ്വമത അതിനൊക്കെ നിന്നു, സ്വന്തമായൊരു മതം ഉണ്ടാക്കി, ദിനിലാഹി എന്ന് പറയുന്നൊരു മതം അവസാനം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത്. എന്താണ് അക്ബറിൽ തുടങ്ങാൻ കാരണം? ആക്ച്വലി എനിക്ക് താല്പര്യം തോന്നിയത് അക്ബർ അല്ല, അക്ബറുടെ കോട്ടിൽ പോയ 3 മിഷണറീസ് അവരുടെ കഥ വേണ്ടിയാണ് പ്രത്യേകിച്ച് പോയത്. അവര് ഈ 3 വളരെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഗോവയിലേക്ക് വന്നിറങ്ങിയ യൂറോപ്യൻ മിഷണറീസ് ആണ്. അവർ അക്ബറുടെ കോട്ടിൽ പോന്നു. അവർക്ക് വളരെ കൺഫ്യൂഷൻ അക്ബറിനെ പറ്റി. ഒന്നാമത് അവരുടെ ഒരു മെന്റൽ, എല്ലാവരും അവർ ലോകം കാണുന്ന അവരുടേതായ കാഴ്ചപ്പാടിൽ കൂടാണ്. അപ്പൊ ഇവർ യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി ഒരു ഐഡിയ, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അവരുടേതായ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അക്ബറിനെ കണ്ടപ്പോൾ അക്ബർ അതൊന്നും അല്ല. ഗംഗാജലം കുടിക്കുന്നു, സൂര്യന്റെ നാമങ്ങൾ എടുക്കുന്നു, ജെയിൻസിന് വേണ്ടി ഒരു ദിവസം വെജിറ്റേറിയനായിട്ട് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ. ഭാര്യമാർ ചിലവർ മുസ്ലിംസ്, ചിലവർ ഹിന്ദുസ്, പല പല ഭാര്യമാർ. ഇവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അക്ബറുടെ സൈഡിൽ നിന്നും ഹീസ് അലൗവിങ് ദം ടു ഡിബേറ്റ് ഓപ്പൺലി. അപ്പം അക്ബറുടെ ഈ ഒരു ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ റിലീജിയസ് ഡിബേറ്റ് ആണ് നടക്കുന്നത്. അക്ബറും നോക്കുവാണ് ഇവരെങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. അവിടെ മിഷണറീസ് ആർ കമ്മിങ് ആൻഡ് ദേ കൻ കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ഇസ്ലാം, ദേ കൻ ക്രിട്ടിസൈസ് ഹിന്ദുയിസം. ആൻഡ് അക്ബർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അക്ബറിന് ഇതിനകത്ത് വലിയ പേഴ്സണലായിട്ട് അങ്ങനെ എടുക്കുന്നില്ല. ഹീസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. അത് ആക്ച്വലി ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. കോഴിക്കോട്ട് സാമൂതിരിയുടെ കോട്ടിലും ഒരു ഫാദർ ഫെനീച്ചിയോ എന്ന് പറഞ്ഞൊരു ഫാദർ വന്ന് ലോക്കൽ ഹിന്ദുസുമായിട്ട് ഡിബേറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കളിയാക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ഒന്നും ദൈവമല്ല, കൃഷ്ണൻ ഒരു ഗോപികമാരുടെ കൂടെ ഇങ്ങനെ ഡാൻസും കളിച്ച് നടക്കുന്നു, ഇത് ദൈവമാണ്. ഗണപതി ഇങ്ങനെ കൃഷ്ണന്റെ അമ്മ ഒരു എന്തുവാ നമ്മുടെ ഈ ബട്ടർ ടേൺ സ്റ്റാഫ് ഉണ്ടല്ലോ അതെടുത്ത് തല്ലാൻ പോകുന്നു, ഇതൊക്കെ ദൈവമാണ്. ദൈവത്തിന് അങ്ങനെ കിച്ചണിലിരിക്കുന്ന ചട്ടുപോ എടുത്ത് തല്ലുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അവർക്കത് മനസ്സിലാവുന്നില്ല. അവരുടെ കോൺസെപ്റ്റിൽ ദൈവം വേറെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് തുടങ്ങി. ഇത് രണ്ടും ഏകദേശം ഒരേ പീരീഡിലാണ് നടക്കുന്നത്. സാമൂതിരി 17th അല്ല, അക്ബറുടെ കുറച്ച് 16th സെഞ്ചുറി, സാമൂതിരിയുടെ കോർട്ടിൽ 17th സെഞ്ചുറി. പക്ഷെ വലിയ വ്യത്യാസമില്ല, കുറച്ച് വർഷങ്ങളുടെ വ്യത്യാസമുള്ളൂ. അപ്പൊ അതാണ് അക്ബറിലൂടെ ഈ പാതിരിമാരുടെ കണക്ഷൻ. അവരുടെ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബാഫ്രൂമെന്റ്, അവരുടെ ഒരു കംപ്ലീറ്റ് ലോസ് ഓഫ് ഒരു സെൻസ് ഓഫ് ഹൂ ദേ ആർ ആൻഡ് ദിസ് കൺട്രി, ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നതിന് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട്. കാരണം ഇവിടെ ഇത്രയും മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അങ്ങനെയാണ്. ബംഗാളിൽ വരുമ്പം ഒരു ഹിന്ദു രാജാവിൻ്റെ മകൻ മുസ്ലിമാണ്, ഒരു കുടുംബത്തിൽ ആൺപിള്ളേർ മുസ്ലിം, പെൺപിള്ളേർ എങ്ങനെയോ ഹിന്ദുവായി പോകുന്നു. ജാതികൾ ഒരു റീജിയനിൽ ഒരു ജാതി മേളിലാണെങ്കിൽ മറ്റേ റീജിയനിൽ ജാതിക്ക് സ്ഥാനമായിരിക്കും. അപ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള അവിടെ ഈ ഒരു ഐഡന്റിറ്റി പ്രശ്നമായിട്ടില്ലല്ലോ ആ പീരീഡിൽ. അല്ല, അഗൈൻ കോണ്ടെക്സ്റ്റ് ആണല്ലോ. അപ്പം ബ്രോഡ് കോണ്ടെക്സ്റ്റിന്റെ ലെവൽസ് ഓഫ് പവർ ഐഡന്റിറ്റി അസേർഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ശിവജിയുടെ കാര്യമാണെങ്കിലും ഉണ്ട്. ഹിന്ദവി സ്വരാജ് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കോട്ട് പോയട്രിയിലൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം രാജാക്കന്മാരെ തകർത്തി ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു റൂൾ പിന്നെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ശിവാജി ജനിച്ചത്, വിഷ്ണുവിന്റെ ഫോമായിട്ട് ജനിച്ചതെന്നൊക്കെയാണ് സംസ്കൃത കവിതയിൽ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശിവാജിയുടെ അച്ഛൻ്റെ അനിയനും നെയിം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിം സൂഫിയുടെ പേരാണ്. ഷാ ഷരീഫ് എന്ന് പറഞ്ഞ ഒരു സൂഫി ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് അച്ഛനും ചിറ്റപ്പനും കൊടുത്തേക്കുന്നത്, ഷാജി ആൻഡ് ഷരീഫ് ജി. അപ്പം രണ്ടും ഉണ്ട്. ആ ഒരു സിൻക്രറ്റിക് ഇതുകൊണ്ട് ഒരു റിലീജിയസ്ലി കുറെ കൂടി ഒരു പൊളിറ്റിക്കലി എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റിയും രണ്ടും കൂടെ ഉണ്ട്. മറ്റൊന്ന് ഇപ്പോൾ പാതിരിമാർ വന്നു, പാതിരിമാർക്ക് അക്ബറിനെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പലയിടത്തും പറയുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ട്രാവലേഴ്സ്, സോ അവരെങ്ങനെയാണ് ഇന്ത്യയെ കണ്ടതെന്നുള്ളത് വളരെ വിചിത്രമായിരിക്കുന്നത്. അതൊന്ന് പറയാമോ? അതെങ്ങനെയാണത്? എത്ര കഥകളാണ് എഴുതിയിരിക്കുന്നത്? അത് വെസ്റ്റിൽ തന്നെ തുടങ്ങണം. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി അനദർ തിങ് ഐ മേഡ് ഇൻ ദി ബുക്ക്. പോയിന്റ്, നമ്മൾ ഈ കൊളോണിയലിസം എന്ന് പറയുമ്പോഴും ഓഫൻ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷെ ഓഫൻ യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ അവിടെ എഫക്ട് ചെയ്യും. രണ്ടും സൈമിൾട്ടേനിയസ്ലി കണ്ടാലേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂറോപ്പിൽ തന്നെ ഒരു കാലത്ത് അവർ വിഗ്രഹാരാധന ചെയ്തവരാണ്. അവർക്കും അവരുടേതായ കാവുകളും അങ്ങനത്തെ കാര്യങ്ങളും ആനിമൽ സാക്രിഫൈസും ഒക്കെ ഉള്ള കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു യൂറോപ്പിലും. ഈവൻ ക്രിസ്ത്യന് മുമ്പ് ക്രിസ്ത്യാനിറ്റി വരുന്ന കാലത്താണ് ഇതൊക്കെ മാറി യൂറോപ്പിൽ തന്നെ ക്രിസ്ത്യാനിറ്റി വരുന്നത്. ആ സമയത്ത് ഇതിനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു രീതി എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തിലേക്കുള്ള വഴി ബൈബിളിൽ കൂടാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാം ഇതാണ് സേറ്റന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, ദ ഡെവിൾസ് റെപ്രസെന്റേറ്റീവ്. അപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഡെവിളാണ്, അല്ലെങ്കിൽ ഡെവിളിന്റെ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റിന്റെ വിഗ്രഹങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു കഥകളുണ്ടാക്കി, ഒരു വിഗ്രഹം ഓടിച്ചപ്പോൾ അതിനകത്തുനിന്ന് വലിയ കറുത്ത ഒരു ജീവി ഇറങ്ങി വന്നു, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഓടിച്ചപ്പോൾ കുറേ കറുത്ത ബേർഡ്സ് പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അങ്ങനത്തെ ചില കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും അവർ ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടാണ് വരുന്നത്. ഇതൊരു പേഗൻ കൾച്ചറാണ്, ഇവിടെയും വിഗ്രഹങ്ങളാണ് പൂജിക്കുന്നത്, ഇതൊന്നും ഇതാണ് സേറ്റന്റെ റെപ്രസെന്റേഷൻ, ഇതൊന്നും ദൈവമല്ല. മാത്രമല്ല ഇവിടെ വന്ന് നമ്മുടെ ഒരു അമ്പലങ്ങളിൽ പോകുമ്പം, കാളിയുടെ അമ്പലത്തിൽ പോകുമ്പോൾ കാളിയെ കണ്ടാൽ തന്നെ അവർക്ക് ഭയം തോന്നും. അതുപോലെ നരസിംഹനെ കണ്ടപ്പോൾ നരസിംഹൻ ഒരാളെ വലിച്ച് തുറന്ന് കൊല്ലുന്ന ഒരു വളരെ ക്രൂരമായ ഒരു റെപ്രസെന്റേഷനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അഫ്കോഴ്സ് ഇതൊന്നും ദൈവം ആവാൻ സാധ്യതയില്ല, ഇത് ഡെഫിനറ്റ്ലി ഡെവിൾസ്. എന്നിട്ട് ഈ പാവങ്ങളെല്ലാം ഡെവിൾസിനെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ഇതിനുള്ള ഹിന്ദുസിനും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതാണ് പാദ്രികൾ ആദ്യം വന്നപ്പോൾ അവർ വിചാരിച്ചു ഇപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവം, ബൈബിളിൽ കൂടുള്ള ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഉടനെ കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോഴാണ് ഈ ഹിന്ദു സൊസൈറ്റി ആയിട്ടുള്ള ഡിബേറ്റ്സ് തുടങ്ങുന്നത്. ആ ഡിബേറ്റ്സ് ആർ വെരി ഫാസിനേറ്റിംഗ്. ബിക്കോസ് അതിനകത്ത് ഒന്നാമത് ബ്രാഹ്മിൺസ് പറയും നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹങ്ങൾ ദൈവമല്ല, ഇത് ദൈവത്തിൻ്റെ പല രൂപങ്ങളാണ്, ദൈവം പല രൂപങ്ങളെടുത്താണ് ഈ അമ്പലങ്ങളിൽ നമ്മൾ ആ ദൈവത്തിനെ പൂജിക്കുന്നത്. അതുപോലെ ഒരു ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങളും പറയുന്നു ഒരു ദൈവം. പക്ഷേ ഈ ഒരു ദൈവത്തിന് പല രൂപങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ ഭാവിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബേറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് അവർ പൊക്കിക്കൊണ്ട് വരുന്നത്, മിഷണറീസ് എപ്പോഴും പറയും ഒരു വഴിയേ ഉള്ളൂ ദൈവത്തിലേക്ക്, അത് ഞങ്ങളുടെ വഴിയാണ്. ഇന്ത്യയിലുള്ള ഈ ഡിഫറെൻറ്റ് സെഞ്ചുറീസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിലും അവരുടെ റെസ്പോൺസ് പറയാം. മുമ്പ് ഏക്നാഥിൻ്റെ പറഞ്ഞല്ലോ, ഏക്നാഥും ഹിന്ദു തുർക്ക് സംവാദം, അതിനകത്തും സെയിം ആണ് നമ്മൾ കാണുന്നത്. അവർ പറയുന്ന ഒന്നല്ല പല വഴികളുണ്ട്, നിങ്ങളുടെ വഴി മോശമാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ബൈബിൾ നല്ല പുസ്തകമാണ്, ജീസസ് ക്രൈസ്റ്റ് നല്ലതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തന്ന ഒരു വാതിൽ, ഞങ്ങളുടേതല്ലാത്ത വഴി ഉണ്ടെന്ന് സമ്മതിക്കാം. അതെ, ഞങ്ങൾക്ക് ദൈവം അതുപോലെ വേറെ വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനായിട്ട് ജനിച്ചെങ്കിൽ ഇവിടെ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ദെർ ആർ മൾട്ടിപ്പിൾ പാത്ത്സ് ടു ഗോഡ്, ഒരു പാത്തല്ല. അപ്പം നിങ്ങളുടെ പാത്ത് ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ആസ് വൺ പാത്ത് അമംഗ് മെനി. അല്ലാതെ നിങ്ങളുടേത് മാത്രമാണ് നമ്മുടേതിന് അർത്ഥമില്ലെന്ന് പറഞ്ഞാൽ അതിന് കാര്യമില്ല. ചിലപ്പോൾ ഒക്കെ നമുക്ക് ചിരിയും വരും. അപ്പോൾ ഒരു സീഗൻബാഗ് എന്ന് പറഞ്ഞ ഒരു മിഷണറി 18-ാം നൂറ്റാണ്ടിലാണ്
തമിഴ്നാട്ടിലായിരുന്നു ട്രാക്കുംബാറിൽ ഇങ്ങനെ ഡിബേറ്റ്സ് നടക്കുമ്പം അയാളിങ്ങനെ പറയും ഈ ഒരു വഴിയേ ഉള്ളൂ, ഇതാണ് ദൈവം തന്ന പുസ്തകം. അപ്പം അവിടെയുള്ളവർ അപ്പുറത്തിരിക്കുന്ന ഹിന്ദുസ് പറയും ദൈവം ഓംനിപോട്ടൻ്റാണ്, എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പം ദൈവം ഒരു പുസ്തകം നിങ്ങൾക്ക് തന്നെങ്കിൽ അത് എല്ലാവർക്കും തരണ്ടേ? മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉദ്ദേശിച്ചാണെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് ആ പുസ്തകം കൊടുക്കണം. ഇത് നിങ്ങൾക്ക് മാത്രം എന്തിനു തന്നു? നമുക്ക് വേറെ പുസ്തകങ്ങളാണല്ലോ തന്നത്. അതിൻ്റെ അർത്ഥം ഇത് എല്ലാവർക്കും ഉള്ള പുസ്തകമല്ല, നിങ്ങൾക്കായിട്ട് ദൈവം ഉണ്ടാക്കി തന്നതാണ്. ഒരു കടക്കാരൻ കടയിൽ പല പല പ്രോഡക്ട്സും സാധനങ്ങളും വെക്കുന്ന പോലെ, പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കടയിലേക്ക് വരുത്താൻ വേണ്ടി പല ടൈപ്സ് വസ്തുക്കൾ വെക്കുന്ന പോലെ ദൈവവും പല പല വഴികളും പല പല പുസ്തകങ്ങളും പല പല മെസ്സേജസും ഉണ്ടാക്കി പല ലോകത്തിലെ ഡിഫറെൻറ്റ് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവർ കളിയാക്കി പറയും, എന്തായാലും എൻ്റെ കർമ്മം കൊണ്ട് ഈ റിലിജൻ ആണെങ്കിലും ആ റിലിജൻ ആണെങ്കിലും ഞാൻ ഹെല്ലിലേ പോകാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ കളിയാക്കും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. മുമ്പേ ഫാദർ ഫെനീച്ചയുടെ കാര്യം പറഞ്ഞല്ലോ, സാമൂതിരിയുടെ കോട്ടിൽ കൃഷ്ണനെയും ഗണപതിയും ഒക്കെ കളിയാക്കുന്നത്. അവിടെയുള്ള ഹിന്ദുസും അപ്പം തിരിച്ച് ഇങ്ങനെ പറയും, ഇവരെ നിങ്ങളുടെ റിലിജനിലും കുറെ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെന്ന് പറയും. ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ കുരിശെ കയറ്റിയത്, അപ്പോൾ അതൊരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി. നിങ്ങൾ കൃഷ്ണനെ കളിയാക്കുന്നു, അപ്പം ഞങ്ങളും അങ്ങോട്ട് ചോദ്യം ചോദിക്കും എന്നുള്ള ഇതുണ്ട്. നിങ്ങൾ പറയുന്നു വിഗ്രഹപൂജ പാടില്ല, പക്ഷേ വെർജിൻ മേരിയുടെ പ്രൊസഷൻസ് നിങ്ങൾ എടുക്കുമല്ലോ പുറത്ത്, അപ്പോൾ അത് വിഗ്രഹപൂജ അല്ലേ? അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങളും ചോദിക്കും. പക്ഷെ ഇതൊക്കെ ആ ഫേസിൽ ഒരു ഡിബേറ്റ് ഓഫ് ഈക്വൽസ് ആണ് നടക്കുന്നത്. ഹിന്ദു രാജാക്കന്മാരുടെ അടിയിൽ തന്നെ ഒരു ഇന്റലക്ച്വൽ ലെവലിലുള്ള ഡിബേറ്റ്സ് ആണ് നടക്കുന്നത്. ഇതിനകത്ത് ഒരു ഡിഫെൻസീവ് മിലിറ്റന്റ് ഹിന്ദുസം ഉണ്ടാവുന്ന കാരണം ആ പവർ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് അത് പിന്നീടാണ്. ഇതിനകത്ത് ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിലുള്ള ഡിബേറ്റ്സ് പറയുന്നല്ലോ. അതുപോലെ 19th സെഞ്ചുറി 18th സെഞ്ചുറിയിലും ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഡിബേറ്റ്സ്. അതുപോലെ തന്നെ ഇന്ത്യ തന്നെ പബ്ലിക് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം മൗലവിയും ക്രിസ്ത്യൻ മിഷണറിയും കൂടെ ഒരുമിച്ചിരുന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും വാദിക്കും. പിന്നെ അത് ന്യൂസ് പേപ്പർ കവറേജ് ഒക്കെ വരും. അതുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഫാസിനേറ്റിംഗ്.